അങ്ങനെ ഇവിടെ മഴയുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഉണ്ട്, വെള്ളമൊക്കെ കെട്ടി കിടക്കുന്നുണ്ട്. മഴ പെയ്യാണ്. ഈ എല്ലാ പ്രശ്നങ്ങളും ഈ മഴ പെയ്ത് തീരുമ്പോഴേക്കും തീർന്നു പോകും എന്നുള്ള വിശ്വാസമാണ്. എന്തായാലും ഇന്നലെ തുടങ്ങിയതാണ്. പക്ഷെ എല്ലാ പ്രാവശ്യവും മഴയൊക്കെ പെയ്യുമ്പോൾ അതൊക്കെ സന്തോഷിക്കാനൊക്കെ പറ്റാറുണ്ട്. ഈ പ്രാവശ്യം മനസ്സിൻ്റെ ചെറിയ ചെറിയ പ്രോബ്ലംസുകൾ ഉള്ളതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ അവിടെ സന്തോഷിക്കാൻ പറ്റില്ല. എങ്കിലും എനിക്കൊരു സന്തോഷമുണ്ട്. കാരണം ഈ മഴ പെയ്ത് തീരുമ്പോഴേക്കും എല്ലാം തീരും എന്നുള്ളൊരു പ്രതീക്ഷ പോലെ, നമുക്ക് ചില പ്രതീക്ഷകൾ വരുള്ളൂ എന്ന പോലെ ഒരു പ്രതീക്ഷ പോലെ ഉണ്ട്. അപ്പൊ ഇനി ബാക്കി നമുക്ക് ഹലോ നമ്മുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു അമ്പാടി. അപ്പൊ ഇന്ന് മാർച്ച് 4-ാം തീയതി ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ അറിയാലോ, നാട്ടിലല്ല. എന്നെ അറിയണവർക്കൊക്കെ അറിയാം, പിന്നെ ഇത് കാണുന്നവർക്ക് ഒരുപാട് ആൾക്കറിയാം. നാട്ടിലല്ല, ഞങ്ങൾ ഗൾഫ് മേഖലയിലാണ്. അപ്പം ഗൾഫ് കൺട്രിയിൽ ഇപ്പം നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അറിയാം. പക്ഷേ എല്ലാവരും ഒന്നും അറിയില്ല, നാട്ടിലുള്ളവർക്ക് കുറച്ചൊക്കെ അറിയാം. എന്തായാലും ഇത്രയും നാളും നമ്മൾ സന്തോഷത്തോടു കൂടി കഴിഞ്ഞൊരു സാഹചര്യമല്ല എന്ന് വിചാരിച്ച് അത്ര വലിയ ടെൻഷനും ഇല്ല. കാരണം ഇവിടുത്തെ ഗവൺമെൻറ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നറിയാം. അതുപോലെ തന്നെ ഞങ്ങൾക്കതിൽ കുറച്ച് വിശ്വാസമുണ്ട്. പിന്നെ നമ്മുടെ ഗവൺമെൻറ്റും നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോകും, അല്ലെങ്കിൽ റെസ്ക്യൂ ചെയ്യുമെന്നറിയാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും ഇട്ടെറിഞ്ഞാണ് പോരണത്. അപ്പോൾ അങ്ങനെ പോരുമ്പോൾ ഉള്ള പ്രതിസന്ധികൾ ഓർക്കുമ്പോൾ അതൊരു ഫീലിങ്സ് ഉണ്ട്. നമ്മുടെ നാടിൻ്റെ തന്നെ ഒരു 3/4 ഭാഗവും ഗൾഫ് മേഖലയിലുള്ളവരാണ്, പ്രവാസികളാണ്. അപ്പം ആ പ്രവാസികൾ തിരിച്ച് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ നാടിനെ അത് ബാധിക്കും. അപ്പം അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾക്കിടെ ഒരു വീട് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ പൈസ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പം അതൊന്നും ഇല്ലാതിരിക്കാൻ കാര്യം നമ്മളൊക്കെ ഇങ്ങനെ നിർത്തി വരുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുക. അതായത് പക്ഷെ അത് നമ്മളൊരാൾ സ്റ്റോപ്പ് ചെയ്തതിനെ പോകുന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ആലോചിക്കുക. അതല്ലാതെ ഇവിടെ നിന്ന് ഒന്നുമില്ലാണ്ട് പോകുന്ന ഒരു അവസ്ഥയെ കുറിച്ചൊന്നും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതൊന്നും നമ്മൾ ആരും ആലോചിക്കാറുമില്ല, ചിന്തിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം ഈ നിമിഷം വരെ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട് എന്നല്ലാതെ നമ്മളത് ഒരിക്കലും ബാധിക്കേണ്ട ഒരു അവസ്ഥ വരുത്തിയിട്ടില്ല. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഷെയറും ബെല്ലടിക്കും, മൊബൈലിൽ അലാറം ബെല്ലടിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാനായിട്ടും നമ്മൾ മുൻകൂട്ടി എവിടെയെങ്കിലും സേഫായിട്ട് നിൽക്കാനുമായിട്ടാണ്. പക്ഷെ ഇന്നേ വരെ അത് മറ്റൊരാൾക്ക് ഒരു അപകടം ഉണ്ടാവുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ ഇതെത്രയും വേഗം അവസാനിക്കുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലുകാരോടാണ്. നിങ്ങൾ ഈ രാവിലെ തന്നെ ഓരോന്ന് കിടന്നുകൊണ്ട് പറഞ്ഞ് നാട്ടിലുള്ള